എന്താ ഒരു ത്രില്ല്. സ്വന്തം നാടെടുത്തപ്പോ പോയി തുടങ്ങിയല്ലേ. ഇതുവഴി നടന്നാണ് എന്നും ഞാൻ സ്കൂളിൽ പോയിരുന്നു. ആഹാ, ഭൂമിയിലെ സ്വർഗം ഇവിടെയാണ്. Very old usage. வணக்கம் ஐயா. வணக்கம். செல்லையா, இந்த வண்டி அப்படி கொஞ்சம் ஓரமா போட்டுக்கன்னு. வணக்கம். என்ன டாக்டர் சார் ரொம்ப நேரமா காக்க வச்சுட்டீங்க? நாங்க நினைச்சோம் வழி தவறி வேற எங்கயாவது போயிருப்பீங்கன்னு. என்னங்க பெங்களூர்னா கிட்டே இருக்கு. எத்தனை காலம் ஆனாலும் பிறந்த வீட்டுக்கு வர்ற வழி மறந்துட முடியுமா? ஆமா, இன்னும் ஒர்க் நடந்துட்டே இருக்கு. அவ்வளவு ஒண்ணும் இல்ல, கொஞ்சம் வேலைதான் இருக்கு. சரி போ. என்ன என்ஜினியர் சார், என்ன இன்னும் ஒண்ணும் முடியல? பூரா வேலை இருந்தது. ஆல்மோஸ்ட் கம்ப்ளீட்டட். சின்ன ஆல்டரேஷன் இருக்கு லாண்ட் டிசைன். இந்த பாருங்க சார். இது எப்ப முடியும்? 2 நாள் சார். ஆமா, 2 நாள் சொல்லுவீங்க, நீங்க ஒரு வாரம் எடுத்துருங்க. ஆனா ஒரு மாசம் வந்து விட்டுட்டு போக கூடாது. ஓகே? டெஃபினட்டா இல்ல சார். அதே கொஞ்சம் வைய. போறோம் போறோம்மா, போறோம். ஆஹா, பேஷ், எக்ஸலന്റ് ஊர்ഗ. പിക്കിൾസ്. നല്ല സാപ്പാട് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ആഹാ, ഭേഷ്, ഉഗ്രൻ, കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോഴേ തോന്നി എന്തോ പാരയുണ്ടെന്ന്. എവിടെ ചിക്കൻ? പൊട്ടെ മീൻ വറുത്തത് എവിടെ? എവിടെ? എന്റെ മോൾ അതൊന്നും ഇല്ലാതെ കഴിക്കില്ലെന്ന് അറിയില്ലേ സരസ്വതി? നമ്പർ ഒന്നും ഇറക്കല്ലേ മാധവൻ നായരെ. ഉച്ചയ്ക്ക് പറഞ്ഞു വൈകുന്നേരം ആവട്ടേന്ന്, വൈകുന്നേരം പറഞ്ഞു രാത്രി ആവട്ടേന്ന്. എന്നിട്ട് ദാപ്പ് നിരത്തിരിക്കണം തൈരോണ്ടുള്ള. ഇവിടെ ഇറച്ചി മീനൊന്നും ആരും ഉപയോഗിക്കാറില്ല. നല്ല തൊട്ട് കിട്ടൂല. താഴ്ന്ന ജാതിക്കാർ ഇതൊക്കെ ഉപയോഗിക്കുക. എന്നാ എന്നെ താഴ്ന്ന ജാതി കൂട്ടിയാ മതി. പ്രത്യേകിച്ച് കൂട്ടണോ? സംസർക്കേ ഗുണേ. തമാശയല്ലേ? കഷ്ടപ്പെട്ട് തമാശ പറയുമ്പോ ചിരിക്കാതിരിക്കാ എങ്ങനെയാ? ഐ എം വെരി സീരിയസ്. എനിക്ക് ഭക്ഷണം വേണ്ട. ഭദ്രേ, മോളെ. ഭദ്രേ, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇവിടെ നമ്മൾ മത്സ്യം വെച്ച അതിന്റെ നാറ്റം ചുറ്റും പരക്കും. എപ്പോഴാ അമ്മേ മത്സ്യത്തിന് നാറ്റം വെച്ചു തുടങ്ങിയത്? ഓരോ നാട്ടിൽ പോയാ അവിടുത്തെ രീതി അനുസരിച്ച് കഴിയണ്ടേ? എന്തിന് സഫർ ചെയ്യണം? ബാംഗ്ലൂരിൽ കഴിഞ്ഞാൽ പോരായിരുന്നോ? നിന്റെ അച്ഛന്റെ ആഗ്രഹമാണ് ഇനിയുള്ള കാലം ഇവിടെ കഴിയണമെന്ന്. അദ്ദേഹത്തിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ എതിരെ നിന്നിട്ടില്ല. അമ്മയ്ക്കും ഈ വീട് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. എന്റെ കയ്യും പിടിച്ച് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ കാലുകുത്തിയ കൊന്നുകളയെന്ന് പറഞ്ഞവരാ ഏട്ടന്റെ ആൾക്കാര്. സുഖമില്ലാതെ കിടപ്പിലായ അച്ഛനെ കാണാൻ പോലും ഏട്ടനെ അവർ സമ്മതിച്ചില്ല. ആ ബഹളത്തില് കൈക്കുഞ്ഞായി നീ ഉറക്ക കരഞ്ഞപ്പോ മാധവേട്ടൻ അമ്മയെങ്കിലും നിന്നെ വന്ന് എടുക്കുമെന്ന് ഞാൻ ആശിച്ചു. വന്നില്ല. പിറ്റേന്ന് ട്രെയിനിലിരിക്കുമ്പോൾ മാധവേട്ടൻ അച്ഛൻ മരിച്ചത് പത്രത്തിൽ നിന്നാണ് വായിച്ചത്. ആ പാവം അന്ന് കുറേ കരഞ്ഞു. എല്ലാറ്റിനും കാരണക്കാർ ഞാൻ തന്നെയാ. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ ഒക്കേറ്റിനും കാരണം. ഈ സെന്റിമെന്റ്സിലൊന്നും ഞാൻ വീടില്ല മോളെ. വാ, നീ വന്ന് വല്ലതും കഴിക്കേ. വേണ്ടാന്ന് പറഞ്ഞല്ലോ. ആ പാവം പുറത്തുപോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ചിക്കൻ. റിയലി? അയ്യോ, வணக்கம்யா. வணக்கம். வணக்கம் டாக்டர். മാധവൻസ് ക്ലിനിക്. അതിനിപ്പോ എന്താ കുഴപ്പം? ഇനി നിങ്ങൾ വിട്ടോ. ഊണ് കഴിക്കാൻ വരുമല്ലോ. വരണമല്ലോ. മോള് വരുന്നു. അച്ഛൻ്റെ കൂടെ വന്നോളാം. முதல்ல யார் வந்தீங்க? ஞானா சார்.
அப்படியா? அப்ப நீ வா, நீங்க எல்லாம் உட்காருங்க. என்ன ഇരിക്കും. ചെറിയ പനിയേ ഉള്ളൂ. കരിപ്പട്ടിയും ചുക്കും ഇട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കുക. 2 ദിവസത്തിനകം മാറും. കരിപ്പട്ടി കാപ്പിയോ? തനിക്കറിയില്ലെങ്കിലേ തന്റെ അമ്മയ്ക്ക് അറിയാം. പറഞ്ഞാ മതി. സാർ പാരസെറ്റമോളോ ആംബസിലിനോ? പോടാ. டாக்டர் சார், ஒரே வலியா இருக்கு சார். நைட்டு பூரா தூங்கவே இல்லை சார். சார் காலையில ஒரு மாத்திரை, ராத்திரி ஒரு மாத்திரை சாப்பிடு. 3 நாள் சாப்பிடு, பார்க்கலாம். ஆமா, உங்க வீட்டுல துளசி செடி இருக்க? சரி, தினமும் ராத்திரி 1 ஸ்பூன் துளசி நீர் சாப்பிடுங்க. சரி சார். அம்புட்டி, உனக்கு எத்தனை பசங்க? 7 சார். சுபைதாவுக்கு 7 பசங்களா? இல்ல சார், சுபதாக்கு வந்து 4, அவ தங்கச்சி சைலபைக்கு வந்து 3 சார். ஹாட்டா பாவி, அந்த மருந்து திருப்பி கொடுத்துரு. அந்த வலி அப்படியே இருக்கட்டும், இல்லன்னா சேனமா மறுபடியும் பிரெக்னன்ட் ஆயிடும். போயிட்டு வா, போயிட்டு வாப்பா. அம்புட்டி, ஏப்பா இங்க வா, நீ இந்த மருந்து எடுத்துட்டு போ. தம்பிதுரை, தம்பிதுரை யாரது? நான்டா. நீயா தம்பிதுரை? ஆமா டாக்டர். என்ன உனக்கு காது கேட்கல? இல்ல சார், ஒரு முக்கியமான விஷயம் டிஸ்கஸ் பண்ணியிருந்தாரு. சரி, வா வா வா, உள்ள வா. உட்காரு. என்ன ப்ராப்ளம்? ഷുഗർ കൂടുതലാ இருக்கு டாக்டர். அப்படியா? லாப் ரிப்போர்ட் இருந்தா கொடு. இல்ல டாக்டர். லாப் ரிப்போர்ட் இல்ல, சுகர் இருக்குன்னு எப்படி தெரியும்? எல்லாரும் ஷுகர் முத்துன்னு தான் கூப்பிடுவாங்க டாக்டர். என்னது? சுகர் முத்துவா? என்னையா பேரு? எப்போ என் மேல சந்தேகம். பக்கத்து வீட்டுல நளினின்னு ஒரு பெண்ணு இருக்கிறதுனால ஏன் வீட்டு முற்றத்து நிக்க கூடாதுன்னு சட்டம் போட்டுக்கிறேன். பொம்பளைங்க குளிக்கிறதுனால ஆற்றங்கரையிலே போக கூடாதுன்னு சொல்றேன். டாக்டர், அண்ணன் தங்கச்சியை பாக்குறது இல்லையா? மகன் அம்மாவை பாக்குறது இல்லையா? அதுல என்ன டாக்டர் தப்பு? யோ, அம்மா தங்கச்சியை பாக்குறது யாராவது ஆத்துக்கிற போங்களா? சொல்லியா, சொல்லு. ഏയ് ഡോക്ടർ സാർ, 1 മണിക്കൂറായി കാത്തിരിക്കുന്നു. വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാനിങ്ങ് പോവും. സോറി ഡാർലിംഗ്, 5 minutes. 5 minutes. 10ാമത്തെ മിനിറ്റിൽ ഞാൻ പോയിരിക്കും. ഓക്കെ. ആഹാ, എത്ര മനോഹരം. എപ്പോഴും പാടുന്ന പുഴ, കിളികളുടെ കിന്നാരം, ആകാശത്തിന്റെ നീലിമ. ഇത് ഇവിടെ അല്ലാതെ വേറെ എവിടെ ഉണ്ട്? എന്താ, ബാംഗ്ലൂരിലെ ആകാശത്തിന് പച്ച നിറമായിരുന്നോ? ഞാനിവിടെ മുമ്പ് എത്തേണ്ടതായിരുന്നു. പിന്നെ എന്തിനാന്ന് അമ്മോട് പറഞ്ഞത്? ഞാൻ ചാവുമ്പോ എന്റെ ശവം ഇവിടെ കൊണ്ടുവരരുതെന്നും ഇവിടെ ഉള്ളവരെ ആരും അറിയിക്കരുതെന്നൊക്കെ. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട പാവ അമ്മയെ കബളിപ്പിക്കാനോ? എവിടെയായാലും വേരുകൾ കുടുത്തി വലിക്കും. സ്വന്തം മണ്ണിലേക്ക് തന്നെ വലിക്കും. ഒന്നേ പറ്റൂ. ഈ പറഞ്ഞത് ഒരാൾക്ക് മാത്രമല്ല, എന്നെയും വേരുകൾ വലിക്കുന്നുണ്ട്. ഞാൻ ജനിച്ച മണ്ണിലേക്ക്. പാവം ലജ്മയും രവീന്ദ്രൊക്കെ എന്നെ കാത്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും. എത്ര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നറിയോ? +2 പഠിക്കാൻ അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയാ. അപ്പോഴവിടെയുള്ള വേരുകൾ വിളിക്കുന്നത്. എഴുന്നേക്ക് മോളെ, സ്കൂളിൽ പോണ്ടതല്ലേ? നേരെ ഒരുപാടായി. എഴുന്നേക്കടി. നല്ലൊരു സ്വപ്നം കൊണ്ട് കിടക്കായിരുന്നു. അപ്പോഴാ വരൂ. ഓ പിന്നെ 9 മണിക്കല്ലേ സ്വപ്നം കാണല്? 10 മിനിറ്റ് കൂടി കിടന്നാ ബാക്കിയും കൂടി കാണാം. അങ്ങനെ ഇപ്പൊ കാണണ്ട. എന്താ മോള് കണ്ട സ്വപ്നം? റാണി, ഞാനും ടീച്ചർ ലിയോ ഫെർണാണ്ടസും. കണ്ടു തീരുന്നതിന് മുമ്പ് എന്നെ ഉണർത്തിയില്ലേ? എന്നും നിനക്ക് അങ്ങനെ ഒരു പറച്ചിലുണ്ടാവും. ഒരിക്കലും കണ്ടു തീർക്കേയില്ല. ഇതാ, പോയി പല്ലിയേക്ക്. വെള്ളം ചൂടായി കിടപ്പുണ്ട്. ഇവിടെ ആദ്യമായിട്ട് സ്കൂളിൽ പോവല്ലേ, കുളിച്ചിട്ട് വാ. അത് ഞാൻ ഇന്നലെ കുളിച്ചു. ഇന്നലെ എപ്പോ? കൈതോന്നിയും പയറുപൊടിയൊക്കെ തേച്ച് കുളിപ്പിച്ചത് ഓർമ്മയില്ലേ? അത് മിനിഞ്ഞാന്ന്. ഓ, ഇന്നലെ മേലെ കഴുകി. അത് എന്തെങ്കിലും ആവട്ടെ, പെട്ടെന്ന് വേണം.
ബാംഗ്ലൂരിലായാലെന്ത് പട്ടിക്കാട്ടിലായാലെന്ത് നായയുടെ പാല് പഴയതുപോലെ തന്നെ. മാധവൻ നായരുടെ ഒടുവിലത്തെ കളഞ്ഞാ മതി, അപ്പൊ നായ്ക്കൊരു പേരുവാവും. ഛേ, ഇനി ഇതൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിലേ കെട്ടിക്കൊണ്ട് പോകുന്നതിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയും. അവൻ രണ്ട് പെട പഠിക്കുമ്പോ മോങ്ങിക്കൊണ്ടെങ്കിൽ പോരും. ഓ പിന്നെ അമ്മയുടെ മുമ്പിൽ അച്ഛൻ നിൽക്കുന്നില്ലേ, എയർ ഇന്ത്യയുടെ സിമ്പിൾ പോലെ, ദേ ഇങ്ങനെ മേ ഹെൽപ് യു സർ, അതിനേക്കാളും വളഞ്ഞു നിൽക്കും എന്റെ മുമ്പിൽ. ഓ പിന്നെ നമുക്ക് കാണാം. എന്തായത് നാളത്തേക്ക് പേസ്റ്റ് ഇപ്പോഴേ നിറച്ചു വെച്ചിരിക്കുകയാണോ? പല്ല് തെച്ചില്ലേ ഭദ്രേ? അയ്യോ മറന്നുപോയി. ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം അല്ലേ? ചെക്കന്മാർ ഇവിടെ കാണുമ്പോഴേ ഓടിക്കൊള്ളും. ഓ പിന്നെ എന്റെ വായിന്റെ അടുക്കല്ലേ ചെക്കന്മാരുടെ മൂക്ക്, ഒരപ്പത് ആർക്കും പറ്റും. മതി, ബ്രഷ് ചെയ്തിട്ട് പോയാ മതി. ആ யார் வண்டி தெரியாது. யாரு வண்டி ஆடுதா என்ன? மாமா. டாக்டர் மாதவனோட வண்டியாக்கும். ஈஸ்வராதீனம் பரிചയമുള്ള വണ്ടി തന്നെ മുന്നിൽ. எங்களை கூட கொண்டு போங்க, போற வழியில இறங்கிக்கிறேன். குழந்தைக்கு ஸ்கூல் போறதுக்கு நேராச்சு. போட்டு யாரு சொன்ன வேண்டாம். ஒரு யானைக்கு மதப்பாடு கண்டு நம்ம சொல்லியாச்சு. உடனே போயிலே குழப்பமாகும். சிகிச்சை கொடுக்க வேண்டாமா? நேரம் போச்சுன்னா தலைக்க முடியாது. 1 hour ஆச்சு, பஸ்ஸே இல்ல. டோர் தர கார்ல எங்களை ஏற்றின்னு சொல்லி அப்பா ஒன்னும் சொல்ல மாட்டேன். டோர் துறமா. டே ராமா ஏறா. எங்க போறடா நீ? முன்னாடி உட்காருப்பா. எதுக்கு இவ்வளவு தூரம் போய் படிக்கிறது? മാധവന് ഇപ്പോഴത്തെ ഫാഷനുടെ ആളാക്കുമോ? എനിക്കുള്ള സിലബസ് ഇവിടെ ഇല്ല. കേട്ടിയ രാമ டாக்டர் மகள் சொன்னது. நம்ம நாட்டில அந்த ஸ்கூல் இல்லை. கலெக்டர் நம்ம ஜாதியாக்கும். என்ன பிரயோஜനം? നിർത്ത് 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 നിർത്തയ്യ. 500 വാങ്ങിട്ട് വാടാ. കാലയിൽ 2 ഗ്ലാസ് പോട്ടതല്ലയാ, ഇനിയും വേണമാ? അതെല്ലാം ആവിയായി പോച്ചടാ. ആന മതവളെ നിക്കുക, മുമ്പൊരു പാപ്പാനൊക്കെ ഒന്ന് ആനയാ. പാര്, എനക്ക് മതം പൊട്ടാമേ ഇരിക്കണമെങ്കിൽ കൊണ്ടുവാടാ. അറിവ് കേട്ടാ ഉണ്ടാവും. ഒന്നും പുരിയാൻ മാട്ടും. എക്സ്ക്യൂസ് മീ, നോക്കി പേടിപ്പിക്കാടാ. ആനയെ തിളയ്ക്കാൻ പോണു, പിന്നെയാണ് നിന്നെ. അല്ലെങ്കിൽ വേണ്ട. രാമക്കണ്ണ നീശല്ലേ കാശ് കുർറ. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്, ഒരു പൊരുൾ വാങ്ങാനുണ്ട്. രാമ, ക്രിസ്ത്യൻ മാപ്പിളை 500 ശീഘ്രം വന്നിട്ട്. നീ പച്ചക്കൊരു റഫറി വേണമല്ലേ? ராமா, காசு இங்க கொடு, நானே போறேன். நம்ம டாக்டரை குட்டிக்கு பிடிக்கல. രാമ ശാസ്ത്രികളെ വിടരുത്, പോയാ വൈകും. എന്നടാ சொன்னே? നിന്റെ യാനക്ക് എത്രയാണ് കൊമ്പ്? ആനയ്ക്ക് എത്രയാ കൊമ്പ്? 2. അவ்வளவுதானா? അതിനെ തിളക്കാൻ ഇവൻ പോതും. ராமா, നീ செல்ல, காசு கொடு. ചെലയ, ഇനി ഞാൻ പറഞ്ഞിട്ട് കാർ നിർത്തിയാൽ മതി. ശരിങ്ങ. ഹലോ, കുറച്ച് പൂതാ. മീറ്ററിന് എത്രയാ വില? ഇത് പൂജയ്ക്കുള്ള പൂവ്, ഞാൻ പൂവിക്കുന്ന ചെടിച്ചൊന്നും അല്ലേ. ആസപ്പെട്ട് കേട്ടതല്ലവാ. പൈസ പൈസ ഇരുന്ന് തുള്ളുതെന്നാ വെളിയിലെ ധർമ്മപ്പെട്ടി ഇരിക്ക്, അതിലെ പോട്ടിട്. இந்த வேஷத்துல கொள்ளம். என்னடா என்ன
பிரச்சனை சொல்லடா. அந்த பொண்ணு ஹிந்து அல்லே, அது உனக்கு எப்படி தெரியும்? அந்த பொண்ணை பார்த்தா யாருக்கு தான் தெரியாது. அவங்க வேதக்கார பள்ளிக்கூடத்தையாக்கம் படிக்கிறது. அங்க யாருக்கும் படிக்கலாமே. நம்ம செல்லையே நாடார் இல்லவா டிரைவர். அவர் ராவத்தர் கடையில இருந்து மட்டம் வாங்கி வண்டியில் ஏறும்போது அந்த அக்கா பின்னாடி உட்கார்ந்து இருந்தது என் கண்ணால நான் பார்த்தேன். ஏய் நில்லுங்க, நீங்க ஹிந்துவா? அஹிந்துக்கள் யாரும் உள்ள வரக்கூடாது. வெளியில போர்டு பாக்கலையா? எனக்கு தமிழ் வாய்க்க தெரியாது. சீக்கிரமா வெளியே போயிடு, யாரும் பார்க்க வேண்டாம், பெரிய லெவலே நடந்துடும். അല്ല ഹിന്ദുവിനെ തെരിയാൻ വിദ്യ എപ്പടി? മലയാളത്തിൽ ചൊല്ലിയാ പോതും, എനിക്ക് தெரியும். അല്ല ഹിന്ദുവിനെ എങ്ങനെ അറിയുംന്ന്? ഉങ്ങള് മട്ട സാപ്പിടുന്നില്ലയാ? ഹിന്ദുക്കള് മാംസം കഴിക്കില്ലേ? നെറ്റിയില് കുറി ഇരിക്കുമേ. കുറി ഇല്ലെങ്കിൽ ഹിന്ദു അല്ല എന്നാണോ? இந்த വേഷം பார்த்தாலே தெரியும் நீங்க. ഓ, വേഷം കൊണ്ടാണോ ഹിന്ദുവിനെ തിരിച്ചറിയുന്നത്? പുറത്ത് അസിംഗமான സ്റ്റാച്ചുവെ നീ പാത്തിട്ടിരുന്നത് എൻ കണ്ണാല ഞാൻ പാത്തേ. അസിംഗമാൻ സ്റ്റാച്ചുവോ? അതെന്താ അത്? ഒരു പൊണ്ണ് നിക്കരുത്. ഛേ, നാങ്ക யாரும் അത് பார்க்க മാട്ടേ. പിന്നെ എന്തിനാ അമ്പലത്തിൽ വെച്ചിരിക്കുന്നത്? ഹിന്ദുക്കൾ അല്ലാത്തവർക്ക് കാണാനോ? ഓ, അതുകൊണ്ടാ ഞാൻ ഹിന്ദു അല്ലാതായത്. നീങ്ക ഹിന്ദു അല്ല, വെളിയെ പോയിട്. ഞാൻ മാധവൻ നായരുടെ മകളാ. ഡോക്ടർ മാധവൻ നായർ ഹിന്ദു ആണെങ്കിൽ ഡോക്ടർ മാധവൻ നായർ കല്യാശ്ശേരി ബംഗ്ലാവിലെ. സോറി. ആരുടെയായിരുന്നു ഞാൻ കേട്ട പാട്ട്? മച്ചാന്റെ. അവരെ കോയിൽ പാട്ട് நல்லா இருக்கா? அந்த ஆளுக்கு ஒரே நிர்பந்தம், இப்பதான் கல்யாணம் முடிக்கணும்னு. சின்ன வயசுல குழந்தைகளை இடுப்பிலேற்றி நடக்குதுக்கு எனக்கு முடியாது. படிப்பு முடியட்டும்னு சொல்லி தள்ளி தள்ளி கொண்டு போயிட்டே இருக்கிறேன். அதுதானே நல்லது. ஏய் நில்லுங்க, அங்கே நில்லுங்க. എന്താടി? தலை வந்து நில்லுங்க. എതുക്ക്? நில்லுங்க. ഓടി കഴുതേ. ഞാൻ കണ്ടു. കരിങ്കണ്ണ് പെടാതിരിக்கிறதுக்கு. ആരാപ്പ കണ്ണറിഞ്ഞത്? நீங்க சாஸ்திரிகளை பாக்குறது கண்டப்போ ஏதாவது நான் பயந்துட்டேன். എനിക്കിഷ്ടപ്പെട്ടത് ആ പാട്ടാണ്. എവിടെയോ കേട്ടുമറന്ന ശബ്ദം പോലെ.